ഗൈസ് നമ്മളുടെ ഹൗറയിലെത്തി. ഭയങ്കര തിരക്ക കണ്ടോ, ബാക്ക് സൈഡിൽ ഒരുപാട് തിരക്ക. ആൾക്കാരൊക്കെ ഉണ്ടോ, ലോകത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഹൗറയിലുണ്ട്. ആകൃത മാത്രം മതി. അങ്ങനത്തെ പോലെ നമുക്ക് എയർപോർട്ടിലെ എല്ലാ സ്ഥലത്ത് എൻജോയ് ആക്കിയിട്ട് ഹാപ്പി ആയിട്ട് സുഹൃത്താക്കിയിട്ട് പോകണം. സോ ഗൈസ് ഇപ്പോൾ ലാൻഡാക്കി ഇതിലടിക്ക. ഹൈ എങ്ങനെ എങ്ങനെ കുടിക്കാം? അറേ നമ്മളുടെ കൊൽക്കത്തയിൽ എത്തി. നിങ്ങളുടെ കാറ്റി കൊടുക്കാതെ ബിൽഡിംഗ് അത് പുറത്ത് നമ്മളുടെ ട്രെയിൻ, ലോക്കൽ ട്രെയിൻ സമോസാനെ 279. ഗൈസ് നല്ല വർക്കാ വരട്ടെ, പക്ഷേ വർക്കാ പറ്റൂല. ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നു നാട്ടിൽ. കാരണം എൻ്റെ ഭാര്യ ഗർഭിണി. ഇപ്പോൾ പ്രസവം ടൈമായി. അതുകൊണ്ട് എൻ്റെ ഭാര്യ പേടിച്ചിട്ട് പറഞ്ഞേ, അത് മുബാറക്ക് നിങ്ങൾക്ക് വേണം, നിങ്ങളുണ്ടെങ്കിൽ വേറെ നമുക്ക് ധൈര്യം കിട്ടും, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ധൈര്യമുണ്ടോ, പക്ഷേ ഇത്ര നല്ല ധൈര്യമില്ല. ഞാനുണ്ടെങ്കിൽ നല്ല ധൈര്യമുണ്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ നേരെ നാട്ടിൽ പോകുന്നുണ്ടോ. എൻ്റെ ഭാര്യേൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കണം നമുക്ക്, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലുണ്ട്. കോഴിക്കോട്ടിന് ഞാൻ ബാംഗ്ലൂർ പോവാം, ബാംഗ്ലൂരിന് കൊൽക്കത്ത പോവാം. ഗൈസ് ഇപ്പോൾ ഇന്ത്യയിൽ കയറും, വിമാനിൽ കയറാം. വിമാനിൽ കയറിയിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് പിടിക്കാം. ഗൈസ് ഇപ്പോൾ വിമാനിൽ കയറി. എൻ്റെ സീറ്റ് നമ്പർ 20A. നോക്കട്ടെ ഗൈസ്, ഇപ്പോൾ സീറ്റിലേക്ക് കയറി 20A നമ്പർ സീറ്റിൽ. ഇപ്പോൾ നമുക്ക് പോവാം. ജാസ്തി സന്തോഷം, ജാസ്തി സ്പീഡിൽ സംസാരിക്കാൻ കഴിയില്ല, പ്രോബ്ലം വേറെ ആൾക്കാരുടെ പ്രോബ്ലം വരും. കണ്ടോ ബാക്ക് സൈഡ്, നിങ്ങളുടെ കാര്യം ബാക്ക് സൈഡ്. അതെ, ഇപ്പോൾ രാത്രി 10:30 ആയി. ഇപ്പോൾ നമ്മളുടെ വിമാൻ മുകളിലേക്ക് കയറി ഗൈസ്. ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെത്തി. 1.5 മണിക്കൂറിൽ ബാംഗ്ലൂരിലെത്തി. ഇപ്പോൾ 12 മണിയായി. അവിടുന്ന് കോഴിക്കോട്ടിന് അത് എത്ര മണിക്കാരും കയറിയാറിയോ? 10 മണിക്കോ അവിടെ ഫ്ലൈറ്റിലേക്ക് കയറി. 10 മണിക്ക് ഫ്ലൈറ്റിലേക്ക് കയറി. ഇപ്പോൾ 12 മണിയായി, അവിടെ എത്തി. ഇപ്പോൾ അവിടുന്ന് നമുക്ക് പോകണം കൊൽക്കത്ത, ബാംഗ്ലൂരിൻ്റെ കൊൽക്കത്ത പോകണം. ജാസ്തി സുഖം, ജാസ്തി എൻജോയ്. കണ്ടോ എന്ത് എൻജോയ്, ഒരുപാട് എൻജോയ്, നല്ല സുഖം. എല്ലാ ആൾക്കാരും നമുക്ക് നോക്കട്ടെ ആൾക്കാർ നമുക്ക് എന്ത് അല്ലേ, നമുക്ക് എൻജോയ്മെൻ്റ് ആക്കാം. ഇതിൻ്റെ വില എത്ര? ഇതിൻ്റെ വില ഈ വെള്ളം കിतना? हाँ 70 रुपया. इसमें 70 रुपया ഗൈസ്. അത് ഈ വെള്ളം പറയണ്ടേ അത് 70 रुपया, ½ ലിറ്റർ. വേണ്ട, ഇപ്പോൾ 70 रुपया ഈ ഒരു വെള്ളം, ½ ലിറ്റർ വെള്ളം. നമുക്ക് 70 रुपया കൊടുക്കാൻ ആവശ്യമില്ല. അത് ഇതിൽ വെള്ളം കുടിക്കാൻ കഴിയും. ഇതിലടിക്കാം. ഹൈ എങ്ങനെ കുടിക്കാം? അറേ എങ്ങനെ കഴിയില്ലല്ലോ. അങ്ങനെ അടിച്ചിട്ട് പിന്നെ പോകണ്ടോ? കഴിയില്ല, നമുക്ക് വേറെ പാത്രം വേണം, അപ്പോഴോ കഴിയും. പിന്നെ കഴിച്ച് അവിടെ തന്നെ ഒരു തൈരി ഫുഡുണ്ടോ, ഞാൻ കാട്ടിത്തരാം എത്ര വേല. മറ്റേ അത് സമോസനെ 279. പിന്നെ അത് ഒരു തൈര് മാതിരി അതെ ഉണ്ടോ, 279 സെയിം വില. അത് മറ്റേ ഉണ്ടോ 329. എല്ലാ വില ജാസ്തി കണ്ടോ. പിന്നെ ഒരു തൈര് കണ്ടോ, ഒരു തൈരിൻ്റെ ഒരു പാട്ടൽ, ആ തൈരിൻ്റെ വില അത് 269. പിന്നെ ഗൈസ് ഇപ്പോൾ ബാംഗ്ലൂരിലെത്തിയിട്ട് അത് ഞാൻ കോഴിക്കോട്ടിന് ഭക്ഷണം കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് അത് ഭയങ്കര പ്രോബ്ലം, ഭക്ഷണം കിട്ടിയില്ല. പിന്നെ നമ്മളുടെ കേരള ആൾക്കാർ 2 കിട്ടി ബാംഗ്ലൂരിൽ. നിങ്ങളുടെ വീട് എവിടെ? കോഴിക്കോട്ടിലെ. ഈ ബാംഗ്ലൂരിൽ എന്തിന് ട്രിപ്പിലെ ടേബിൾ കറങ്ങണ വന്ന് അത് ഞാൻ വിചാരിച്ച് അത് ജൂലിയിൽ ഉണ്ടോ അങ്ങനെ വിചാരിച്ച്. ഇപ്പോൾ നമുക്ക് ഞാൻ ബിരിയാണി കൊണ്ടുവന്നു, 3 ആൾ കഴിക്കാം, ജാസ്തി എൻജോയ് ആക്കിയിട്ട് കഴിക്കാം. പിന്നെ ഇങ്ങോട്ട് വെള്ളം, ഞാൻ ഒരു വെള്ളം വാങ്ങാൻ പോയില്ലേ, 70 रुपया പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, ഈ ആൾക്കാർ വാങ്ങി. ഇപ്പോൾ 3 ആൾക്കാർ കഴിക്കാം പോരെ. ജാസ്തി എൻജോയ് ആക്കിയിട്ട് കഴിക്കാം ഗൈസ്.
ഇപ്പോൾ നമ്മളത്തെ ടേബിൾ കിട്ടി. അവിടെ ഒരാൾക്കാർ ഇരിക്കുക, ഞാൻ അവിടെ ഇരിക്കും, ബായ് അവിടെ ഉണ്ട്, അവിടെ ഭക്ഷണം വെക്കും, പിന്നെ കഴിക്കും. എൻ്റെ സഞ്ചിലുണ്ട്, എടുത്തോ. ഇത് എൻ്റെ സഞ്ചി. എടുത്തോ. ഇതിലേ അതെ ഫസ്റ്റ്. യെസ് തരുണ്ട്, ഒക്കെ ഉണ്ടാവും. മൂന്നാൾക്ക് അത് മതി. ഇരുന്നോ. പേടി വേണ്ട, ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി. അങ്ങനത്തെ പോലെ നമുക്ക് എയർപോർട്ടിലെ എല്ലാ സ്ഥലത്ത് എൻജോയ് ആക്കിയിട്ട് ഹാപ്പി ആയിട്ട് സുഹൃത്താക്കിയിട്ട് പോകണം കേട്ടോ ഗൈസ്. ചൂടുണ്ടോ? ചൂടില്ല. 2 മണിക്കൂറായില്ലേ ഇപ്പോൾ വന്നിട്ട്. കോഴിക്കോട്ടിൽ അത് 10 മണിക്കൂർ ഈ ബിരിയാണി എടുത്തി. ഇപ്പോൾ 1 മണിയായി ഈ ദിവസം കഴിക്കാം. ബാംഗ്ലൂരിൽ കറങ്ങുന്ന സ്ഥലമുണ്ടോ? നല്ല സ്ഥലമുണ്ടോ അല്ലേ? अच्छा है. हिंदी तुमको हिंदी मालूम है? थोड़ा मालूम है, थोड़ा अच्छा है, मालूम है. तो बिरयानी कैसा है? खाएगा ऐसे. फाड़ दो. പൊട്ടിച്ചോ. അതന്നെ നമ്മളെ കേരള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാ ബുദ്ധി ഉപയോഗിക്കാം അല്ലേ? നമ്മളുടെ ബുദ്ധി ഒരുപാട് ബുദ്ധി ഉണ്ടോ? നമുക്കിപ്പോൾ കഴിക്കാം ഗൈസ്. ബുഗുനെ പോയില്ലേ പ്രശ്നം വരും. പ്രശ്നം വന്നാലേ ബുദ്ധിമുട്ടായാലേ പിന്നെ പ്രോബ്ലം വരും അല്ലേ? നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ കഴിക്കാം. നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിക്കോ. ഇത് ബീഫുണ്ടോ? ബീഫ് ബിരിയാണി. വാവ്. ഇപ്പൊ ഞാൻ കഴിക്കാം ഗൈസ്. ബിസ്മില്ലാ. കേടായില്ല. സൂപ്പർ. നല്ല ടേസ്റ്റ് ഗൈസ്. കണ്ടോ പറ്റന്നെ. പിന്നെ ഗൈസ് ഈ സുഹൃത്ത് ആൾക്കാരിൻ്റെ കൂടെ ചോറ് കഴിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് ഈ ആൾക്കാർ പോയിനി ആൾക്കാരിൻ്റെ സ്ഥലത്ത്. ഗൈസ് നല്ല ഉറക്കം വരിട്ട്, പക്ഷേ ഉറക്കാൻ പറ്റൂല. കാരണം 5 മണി. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ അത് 2 മണിയായി. ഇപ്പോൾ നമുക്ക് ഒരുങ്ങല്ലേ. 5 മണിക്കോ ഫ്ലൈറ്റ് ഉണ്ട്. 5 മണിക്കോ അത് പിന്നെ നീച്ചില്ലാത്ത ഫ്ലൈറ്റ് മിസ്സാവും. അതുകൊണ്ട് തന്നെ ഒരുങ്ങൂല. അതാണ് ഒറ്റ മൊബൈൽ നോക്കാം, റീൽസ് നോക്കാം, ഇൻസ്റ്റാഗ്രാം നോക്കാം, പിന്നെ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പോവാം. എന്ത് ചെയ്യാം അല്ലേ? പിന്നെ അവിടെ ഫുൾ ടൈം പകൽ മാതിരി എല്ലാ ടൈം ആൾക്കാർ കണ്ടോ ഗൈസ്. ഫുൾ രാത്രി ഉറങ്ങിയില്ല. ഇപ്പോൾ രാവിലെ 6 മണിയായി. ഈ 6 മണിയായിപ്പോൾ കണ്ടോ രാവിലെ ആയി. ഇപ്പോൾ ബാംഗ്ലൂരിനെ കൊൽക്കത്ത പോകണ്ടോ ഗൈസ്. ഇപ്പോൾ വിമാൻ മുകളിലേക്ക് കയറും. ഇപ്പോൾ നോക്കിക്കോ, അടിപൊളി. നമുക്ക് നല്ല ധൈര്യമുണ്ട്, ഇനി നല്ല പേടിയുണ്ട്, ഇനി നല്ല എല്ലാം ഉണ്ട് ഇനി ആ ടൈമിൽ. കണ്ടോ എത്ര മുകളിലേക്ക് കയറിയിട്ട്, ജാസ്തി മുകളിലേക്ക് കയറിയിട്ട്. ആ ടൈമിൽ നമുക്ക് നല്ല സുഖം കിട്ടി, നല്ല പേടി കിട്ടി, എല്ലാം കിട്ടി. കണ്ടോ എത്ര നല്ലതാ. ഒക്കെ മേഘവും ജാസ്തി. മേഘമിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടോ ഈ വിമാൻ കയറിയിട്ട്. എന്ത് പറയാൻ, നല്ല സുഖം കിട്ടി നമുക്ക് ഗൈസ്. ഇപ്പോൾ ആകാശിൻ്റെ ടോപ്പിലുണ്ട് കണ്ടോ മുകളിൽ ഗൈസ്. എന്ത് വ്യൂ. ഫുൾ പാലുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ കണ്ടിട്ട്? പാൽ മാതിരി ഫുൾ വെള്ള കളർ. എന്ത് വ്യൂ. പഠിച്ച് റബ്ബേ, അടിപൊളി ഗൈസ്, അടിപൊളി. ഞാൻ ജാസ്തി സന്തോഷമായി, ഒരുപാട് സന്തോഷമല്ല ഗൈസ്. ഇതാണ് വിമാനൻ്റെ ബാത്റൂം. ചെറുതാ, ജാസ്തി ചെറുതാ. കണ്ടോ ഗൈസ്. ഞാൻ ബാംഗ്ലൂരിന് 2 മണിക്കൂറിൽ അവിടെ കൊൽക്കത്തയിൽ എത്തി. അവിടെ നമ്മളുടെ ദംദമിലെ
ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കാറ്റി കൊടുക്കാൻ നമ്മളുടെ ദം കണ്ടോ, ഒരുപാട് ബിൽഡിംഗ് ചെറിയ ചെറിയ. നമുക്ക് ഈ ജാത്രയിൽ നമുക്ക് നല്ല സന്തോഷം കിട്ടി. കാരണം പകലിലെ ജാത്ര ആക്കിയിട്ട് നല്ല സുഖം കണ്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു ജാത്ര ആക്കി എത്ര നല്ലതാ, പക്ഷെ രാത്രിയിലെ ജാത്ര ആക്കിയിട്ട് നല്ല സുഖം കിട്ടിയില്ലേ. ഇപ്പോൾ നമുക്ക് ഈ ജാത്ര നല്ല സുഖം കിട്ടി കണ്ടോ. ഇപ്പോൾ ലാൻഡാക്കി അതെ, ഇപ്പോൾ ലാൻഡാക്കി. നമ്മളുടെ നാട്ടിൽ എത്തി ഗൈസ്, 2 മണിക്കൂറിൽ ബാംഗ്ലൂരിന്. ഗൈസ് ഇപ്പം ആരെങ്കിൽ വിമാനെ ഇപ്പം ആരെങ്കിൽ ദംദമിൻ്റെ കണ്ടോ. ഈ ബസ്സിലെ കാരണം ഒരുപാട് വിമാനമുണ്ട് അവിടെ. ജാസ്തി വിമാനുണ്ട്, ജാസ്തി വിമാനമില്ല, വിമാൻ വരുന്നില്ല. പ്രാർത്ഥന വരുന്നില്ല 2 ദിവസം, 2 ദിവസമില്ല, ഒരു രാത്രി ഒരുങ്ങിയില്ല. അതുകൊണ്ടാ ഒരു തീനം. ബസ്സിൽ കയറാം. ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട് പുറത്ത് ഗേറ്റിൽ പോകണം. ആൾക്കാർ പൊട്ടെ ആരില്ല. കയറി ഗൈസ്, പോയിട്ട് നോക്കാം ഗൈസ്. ഇപ്പോൾ നമുക്ക് ബാഗ് എടുക്കണം, ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് പോവാട്ടോ. അവിടെ ബാഗ് വരുന്നുണ്ട്, എൻ്റെ ബാഗ് കാണാനില്ല. എൻ്റെ ബാഗ് അവിടെ വന്നില്ല, എന്താ അറിയില്ല. എൻ്റെ ബാഗ് വരുന്നുണ്ടായിരിക്കും ഗൈസ്. എൻ്റെ ബാഗ് കിട്ടി, ഇപ്പോൾ നേരെ പോവാ ഗൈസ്. നമ്മളുടെ നാട്ടിൽ മഴ പെയ്തിട്ടുണ്ട്. കേരളത്തിൽ ജാസ്തി മഴ, നമ്മളുടെ നാട്ടിലും ജാസ്തി മഴ, എല്ലാ സ്ഥലത്തും ജാസ്തി മഴ. കച്ചട എന്തിനെ ഗൈസ്. ഇപ്പോൾ കാർ കിട്ടി. ഓരോ ആൾക്കാർക്കോ 400 റുപ്യ. അവിടെ 3 ആൾക്കാരുണ്ട്. സെപ്പറേറ്റ് 400 അങ്ങനെ ആക്കിയിട്ട് വേണം. ഞാൻ അവിടെ കിട്ടി. കുറച്ച് ജാസ്തി ദൂരമില്ല, അതന്നെ ഇത്ര വേല. അവിടെ എയർപോർട്ടിന്, നമ്മളുടെ അവിടെ തന്നെ എയർപോർട്ടിനെ ആരെങ്കിട്ട് ഭയങ്കര അത് ടാക്സി ആൾക്കാർക്ക് പൈസ ജാസ്തി എടുക്കും ഈ ആൾക്കാർ. ഇപ്പോൾ ഗൈസ് ഞാൻ പോകുന്നുണ്ടോ കാറിൽ ഇരുന്നിട്ട്. ഗൈസ് നമ്മളുടെ കൊൽക്കത്ത റോഡിലെ തിരക്ക അങ്ങനെ നിങ്ങളുടെ കാട്ടി കൊടുക്കുക. ഭയങ്കര തിരക്ക കണ്ടോ. ഈ സൈഡിൽ തിരക്ക, ആ സൈഡിൽ തിരക്ക, എല്ലാം ജാം. അതെ മറ്റേ റോഡിലെ തിരക്കില്ലെങ്കിൽ 20 മിനിറ്റിൽ എത്തും. പക്ഷെ റോഡില് തിരക്കുണ്ടെങ്കിൽ 1 മണിക്കൂർ വേണം. അവിടെ തിരക്കാതെ പെട്ടെന്ന് പോവില്ല, ഭയങ്കര തിരക്ക അവിടെ. ഇതാണ് നമ്മളുടെ ഹൗറ ബ്രിഡ്ജ്, കൊൽക്കത്ത ഹൗറ ബ്രിഡ്ജ്. നമ്മളുടെ നാട്ടിന്റെ ആൾക്കാർ എന്താ പറയാ അറിയോ, ഈ ഹൗറ ബ്രിഡ്ജ് ഒരു നാട്ട് ബോട്ടില് ഉണ്ടോ അങ്ങനെ പറയാ. പൈസ റെഡി ട്ടോ. दादा मेरे को वो टोटो स्टैंड नहीं छोड़ेंगे क्या? ये तो टोटो स्टैंड सामने ही है. किधर टोटो स्टैंड सामने? हम देखा जरा. ഗൈസ് നമ്മളുടെ ഹൗറയിലെത്തി. ഭയങ്കര തിരക്ക കണ്ടോ. ബാക്ക് സൈഡിൽ ഒരുപാട് തിരക്ക. ആൾക്കാരൊക്കെ ഉണ്ടോ, ലോകത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഹൗറയിലുണ്ട് കണ്ടോ. എത്ര ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. നമുക്കിപ്പോൾ ടിക്കറ്റ് എടുക്കണം, എടുത്തിട്ട് നമുക്ക് പോകണം. അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാവും. ടിക്കറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാവും ഗൈസ്. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞാനിപ്പോൾ മുകളിൽ കയറും. മുകളിൽ ഭയങ്കര തിരക്കാണ്. നോക്കട്ടെ, പോവാ കഴിയോ കണ്ടോ. ഭയങ്കര തിരക്ക. ബാഗ് എടുത്തിട്ട് ഞാൻ പോകണ്ടോ. എത്ര തിരക്ക കണ്ടോ ഗൈസ്. ഈ ലോകത്തെ നമ്മളുടെ ഹൗറയിൽ എത്ര തിരക്ക ഉണ്ടോ കണ്ടോ. നിങ്ങൾ കേരള ആൾക്കാർ അങ്ങനത്തെ പോലെ തിരക്ക കണ്ടോ. എല്ലാ ടൈം ഓൾ ടൈം അങ്ങനെ പോലെ തിരക്ക. ഓൾ ടൈം അങ്ങനത്തെ തിരക്കുണ്ടോ ഗൈസ്. ഇപ്പോൾ ഹൗറന്ന് ഞാൻ വേറെ ട്രെയിനിലേക്ക് കയറി. ഇപ്പോൾ വേറെ ട്രെയിനിലേക്ക് കയറിയിട്ട് പിന്നെ ഈ ട്രെയിനിൽ പോയിട്ട് നമുക്ക് അരങ്ങിട്ട് നമുക്ക് വേറെ ബസ് പിടിക്കണം. ബസ് പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോകണം.
പിന്നെ ഈ വീഡിയോയിലെ ഈ വ്ളോഗ്സിലെ ഇത്രേ, പിന്നെ വേറെ വ്ളോഗ്സിലെ പിന്നെ കാണാം കേട്ടോ. ഈ വീഡിയോ അടിപൊളിയാക്കിയിട്ട് ലൈക്ക് കൊടുക്കണം, ഷെയർ ആക്കണം കേട്ടോ, കുറച്ച് സപ്പോർട്ട് ആക്കണം കേട്ടോ. ഞാൻ കണ്ടോ നമ്മളുടെ കൊൽക്കത്തയിൽ എത്തി, നിങ്ങളുടെ കാട്ടി കൊടുക്കാതെ ബിൽഡിംഗ് അത് പുറത്ത് നമ്മളുടെ ട്രെയിൻ, ലോക്കൽ ട്രെയിൻ കേട്ടോ.